ഹായ് ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേരാണ് കോട്ടരുമ എന്നാണ് ഇവിടെ ഈ മഞ്ചേരി ഭാഗത്തൊക്കെ പറയാറുള്ളത്. ഇത് സംഭവം മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലേക്ക് ഇഷ്ടംപോലെ വരുന്നൊരു സംഭവമാണിത്. അപ്പോൾ എവിടെയൊക്കെ വെളിച്ചം കാണും ആ വെളിച്ചമുള്ള ഭാഗത്ത് മുഴുവൻ ഇതേ രീതിയിൽ ഇങ്ങനെ വന്ന് നിറഞ്ഞു നിൽക്കും. അപ്പോൾ നമ്മൾ ഓല കെട്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ വിറകിലെ ഒക്കെയാണ് കൂടുതലായിട്ട് ഇത് ഉണ്ടാകുക. അതുമാത്രമല്ല, വീട്ടിലും ഉണ്ട് ഇഷ്ടം പോലെ വെളിച്ചം എവിടെ കാണുന്നു അവിടെ ഫുള്ളായിട്ട്. അപ്പോൾ ആദ്യമൊക്കെ പറയും ഓടിട്ട വീടുകളിലാണ് ഇത് കൂടുതൽ ഉണ്ടാകുക എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓടിട്ട വീടുകളിൽ ശരി തന്നെയാണ്, ഇത് കൂടുതലായിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഞാൻ കാണിച്ചിരുന്നു ഞങ്ങളെ തറവാടിൻ്റെ ഒരു ഭാഗം. അപ്പോൾ തറവാടിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കുമ്പോൾ ഇതാണ് സ്ഥിതി. ഇവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്, അവിടെയൊക്കെ നിറഞ്ഞു നിൽക്കും. ശരിക്കും ചുമര് പോലും കാണാത്ത രീതിയിൽ ഈ ഒരു കോട്ടരുമ എന്നുള്ള സംഭവം ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ഉണ്ടായി നിൽക്കുകയാണ്. ചുമര് കാണൂല, ഫുള്ള് കറുത്ത ഒരു സാധനം ഇങ്ങനെ ഇളകുന്നതായിട്ട് നമുക്ക് തോന്നും. ഇങ്ങനെ ഒന്നല്ല, ശരിക്കും ഉണ്ടായിട്ടായിരിക്കും ഉണ്ടാവുക. ശരിക്കും നമ്മളെ വീടിൻ്റെ നിലത്തൊക്കെ ഒരു അട്ടി കണക്കിന് നമുക്ക് ചവിട്ടുമ്പോൾ തന്നെ ഒരു ചിരിപിരി എന്ന് പറഞ്ഞൊരു ഒച്ച ഉണ്ടാവും. കാരണം നമ്മളെ കാലിൻ്റെ ഇടയിൽ ഒരു പാറ്റ പോലെയുള്ളത്, ചിറകൊരു പൊട്ടുന്ന രീതിയിലൊരു ശബ്ദം ഉണ്ടാവും. പക്ഷേ ഇതിന് നേരായി കഴിഞ്ഞാലോ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. പൊള്ളും. കുട്ടികളെ മേത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്കിന്ന് പോയിട്ട് പൊള്ളി നേറിയിട്ട് പിന്നെ കുറച്ച് ദിവസം അതിന് മുറിവുണ്ടാവും. പക്ഷെ ഇങ്ങനെ തൊടാതിരിക്കുമ്പോൾ കുഴപ്പമില്ല. അതിനെ നേരെ നമ്മുടെ ശരീരത്തിലായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പൊള്ളിയിട്ട് ഭയങ്കര നീറലും മുറിയൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ ഇതട്ടോ ഇവിടെ ചുമരുമ്പൽ ഇങ്ങനെ അരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഇളകാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്താൽ ഇവരിളകും. ഇത് ഞങ്ങളെ പഴയ തറവാടിൻ്റെ പൂമുഖത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണിക്കുന്നത്. അവിടെ കുറച്ച് പഴയ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആൾതാമസം ഇല്ല കേട്ടോ. അപ്പോൾ അവിടെ പുറത്ത് എങ്ങനെയായാലും ഇത് എവിടെ ഓടിൻ്റെ വീടുകളിൽ, ഇത് ഓട് വീടാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലത്തെ ഓടുമ്മലും ഓടിൻ്റെ ആ മരത്തിൻ്റെ ആ സൈഡിലൊക്കെ ഫുള്ള് നിറഞ്ഞിങ്ങനെ കട്ടായി നിൽക്കുകയാണ്. ഇത് ഇപ്പോൾ പുറത്തൊരു വിറക് കുറച്ച് വെച്ചിരുന്നു. ആ പുറത്ത് വിറകുമ്മലാണ് ഇപ്പോൾ ഇതുള്ളത്. ഇതിപ്പോൾ മഴ പെയ്തപ്പോൾ ഇളകി. മറ്റേത് ഈ ചൂടുകാലത്ത് ഇളകാതെ അനങ്ങാതെ നിൽക്കുകയായിരിക്കും കേട്ടോ. ഇപ്പോൾ അതങ്ങനെ ഓരോന്ന് കണ്ടില്ലേ, ഫുള്ള് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തൊക്കെ നമ്മൾ ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മളെ ശരീരത്തിൽ കൂടെ ഇതിങ്ങനെ അരിച്ച് കയറിക്കൊണ്ടിരിക്കും. നമുക്ക് എന്തൊക്കെയോ ഒരു പൊറുതേടായിരിക്കും. അപ്പോൾ ഇതാണ് സംഭവം, കോട്ടരുമ എന്നുള്ള സംഭവം. ഇത് പലയിടത്തും ഉണ്ട് ഈ ഭാഗത്തൊക്കെ. ആദ്യമൊക്കെ ഇഷ്ടം പോലെ എത്ര മുറം കണക്കിന് ചാക്ക് കണക്കിന് വാരി കൊണ്ടുപോയിടും. മരുന്നൊക്കെ അടിക്കും. പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞ് മഴങ്ങിയാൽ തന്നെ ഒരു കണ്ണിനൊക്കെ ഒരു നീറലാണ്. അതിൻ്റെ ഒരു എണ്ണ, ഒരു എണ്ണ ഉൽപ്പാദിപ്പിക്കേണ്ടതുകൊണ്ട് അവർ ശരീരത്തിൽ നിന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. കണ്ടില്ലേ, ഇപ്പോൾ ഓല കെട്ടി വെച്ച് ഈ ഭാഗത്ത് നെറ്റുമ്മ കണ്ടില്ലേ, ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ശരിക്കും കുറച്ച് ഓലക്കൊടി എടുത്തൊന്ന് കൊട്ടി നോക്കിയാൽ ഒരു ലോഡായിരിക്കും. ചാക്ക് കണക്കിനാണിത് കൊണ്ടുപോയിട്ടൽ. പലരും വെയിലത്ത് കൊണ്ടുപോയിട്ടാൽ ഇത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചത്തുപോകും. പൊതുവേ തണുപ്പൊക്കെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയുകയാണ്. പിന്നെ ലൈറ്റ് കാണുമ്പോൾ ഇവരിങ്ങനെ പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നിട്ട് ലൈറ്റ് കാണുമ്പോൾ കണ്ടില്ലേ, ഇതിങ്ങനെ പാറി കളിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ലൈറ്റുള്ള സ്ഥലം നോക്കിയേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ലൈറ്റ് കാണുന്ന ഏതൊക്കെ ഭാഗമുണ്ട് അവിടെയൊക്കെ വന്നിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും ലൈറ്റ് ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ്. കണ്ടില്ലേ, ഇതിപ്പോൾ പുതിയ വീടാണ്, എന്നിട്ട് പോലും ഇതാണ് അവസ്ഥ. പുതിയ വീടെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഓടിൻ്റെ വീട് ഒഴിവാക്കിയുള്ള വാർപ്പിൻ്റെ വീട്, എന്നിട്ട് പോലും ഇത് വാതിലും ജനലും തുറന്നിട്ടാൽ ഇതായിരിക്കും അവസ്ഥ. അതുകൊണ്ട് തന്നെ എല്ലാവരും വാതിലും ജനലൊക്കെ അടച്ചാണ് ഇടാറുള്ളത്. അതുമാത്രമല്ല, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇതിൻ്റെ നീര് ശരീരത്തിലാകാതെ നോക്കണം. എന്തായാലും രാത്രിയൊക്കെ എടുക്കുമ്പോഴൊക്കെ ശരീരത്തിലൂടെ ഒരു അരിക്കലായിരിക്കും. അപ്പം തന്നെ നമുക്കൊരു പൊറുതേടായിരിക്കും. കണ്ടില്ലേ, ഇതാണ് സ്ഥിതി. ഇതിങ്ങനെ പഴയ കാലത്ത് വെച്ചാൽ ഓടിട്ട വീടുകളിലൊക്കെ നല്ല ഉണ്ടായി ആ കൗക്കോല് ഫുള്ള് കാണൂല. ഫുള്ള് കറുത്ത ഓരോ മരത്തടികൾ ഇങ്ങനെ നിൽക്കണേ പോലെ നമുക്ക് തോന്നും. അപ്പോൾ നോക്കുമ്പോൾ എന്തായിരിക്കും, അത് കോട്ടരുമായിരിക്കും. ഒരു മഴ എങ്ങാനും പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, മൂപ്പര് നല്ലോണം എല്ലാവരും നല്ല അങ്ങോട്ട് ഇളകി വീഴാൻ തുടങ്ങും. അപ്പോൾ റൂമിലും ബെഡിലും പിന്നെ എന്താ പറയുക, നമ്മൾ ഫുഡ് കഴിക്കണ അടുക്കളയിൽ കിച്ചണിലൊക്കെ നിറഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം വരെ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. തറവാട്ടിലാണ് സമയത്ത് കേട്ടോ, ഓടിട്ട വീടായ സമയത്ത്. അപ്പോൾ ഈ ഭക്ഷണത്തിക്കൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ലൈറ്റ് ഇടുമല്ലോ. ഈ ലൈറ്റ് ഇടുമ്പോഴേക്കും ഇത് പാറിങ്ങനെ വരും. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക, ഫുഡൊക്കെ വീഴും. അങ്ങനത്തെ അവസ്ഥയാണ്.
അപ്പോൾ ഇത് ഇത്രമാത്രം ഡേഞ്ചറുള്ള ഒരു സംഭവമാണ് ഈ കോട്ടരമ്മ. ഇവിടെ എന്താ പറയുക, മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുവിധം വീട്ടുകാർക്കൊക്കെ ഇത് പൊതുവേ റബ്ബറുള്ള സ്ഥലങ്ങളിലാണ് ഉണ്ടാവാറുള്ളത് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്താ സംഭവം അറിയില്ല. ഇതുപോലെ ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങളാണ്. കണ്ടില്ല, ഇതിങ്ങോട്ട് കാണുമ്പോൾ തന്നെ ഞമ്മക്കൊരു മേനി പുളിക്കുക എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. കാരണം അത്രക്കും ഇങ്ങോട്ട് ഇത് കൂടുതലായിട്ട് ഇങ്ങനെ ഇളകി നിൽക്കുമ്പോൾ ഒന്നായിട്ട് ഇളകുക, ഒരു വലിയൊരു എന്തോ ഒരു സംഭവം ഇങ്ങനെ ഇളകണ പോലെ തോന്നുന്നത്. ഇപ്പോൾ അടുത്ത് ഞാൻ സൂം ചെയ്ത് പിടിച്ചിട്ടാണ് ഇത് എങ്ങനെ ആയിട്ട് കാണുന്നത്. മറ്റേതൊരു ഉണ്ടയായിരിക്കും, എന്തോ ഒരു കറുത്തൊരു സംഭവം ഇങ്ങനെ ഇളകണ പോലെ തന്നെ തോന്നും. കണ്ടില്ലേ, ഇത് ശരിക്കും ഇതിമലൊക്കെ പറ്റിയപ്പോൾ ഇതൊക്കെ എടുത്ത് ഈ ഓലക്കൊടി ഒന്ന് എടുത്ത് ഇങ്ങനെ കൊട്ടിക്കഴിഞ്ഞാൽ അതിൽ കാണാം കുറേ, ഇതൊന്നല്ല, പുറത്തല്ല, ഇത് ഉള്ളിലായിരിക്കും. ഓലൻ്റെ ഓരോ ആ ഇതളുകൾ ഇടയിലുള്ള ആ സ്പേസിൽ ഫുള്ള് നിറഞ്ഞിട്ടാണ് ഇത് പുറത്തേക്ക് വരുന്നത്. കണ്ടില്ല, ഇഷ്ടംപോലെ നിറഞ്ഞ് കവിഞ്ഞ് വരികയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കൊട്ടി വെയിലത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു എണ്ണമയുള്ളൊരു ജീവിയായി മാറും. എനിക്ക് തോന്നുന്നു എന്തോ ഒരു എണ്ണയൊക്കെ കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. അങ്ങനെയൊക്കെ ഒരു സംഭവമാണ്. എത്രയാണ് ഇതിൻ്റെ ഒരു കണക്കെന്ന് വെച്ചാൽ ഒരു കണക്കില്ല. അത്രക്കും ലക്ഷക്കണക്കിനാണോ കോടിക്കണക്കിനാണോ അറിയില്ല. ഒരിക്കൽ പോലും ആരും എണ്ണയാൽ തീരുമില്ല. അത്രക്കും എന്തോ ഒരു സംഭവമാണിത്. ഇത് കാണുമ്പോൾ തന്നെ ആദ്യം കണ്ടപ്പോഴൊക്കെ ഒരു അതിർപ്പ് എനിക്ക് തോന്നിയിരുന്നു. കാരണം ഞങ്ങളെ വീട് കോട്ടക്കല ഭാഗത്തൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. കയ്യിൽ എടുക്കുമ്പോൾ വേണ്ടി ഭയങ്കര സ്പീഡിൽ പോവുകയാണ്. പക്ഷേ കയ്യിൽ ഇങ്ങനെ വെറുതെ പിടിച്ച് വിരിച്ചിട്ട് കയ്യുമൊന്നും ആവുന്നില്ല. ഇതിനെ നമ്മൾ ചതയൂല, നമ്മൾ അറിയാതെ ഈ കോട്ടരമ്മൻ്റെ മേത്ത് കിടന്ന് ഇങ്ങനെ അതിൻ്റെ നീര് അതിൻ്റെ ശരീരത്തിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ അത് പിന്നെ എന്താവും, തട്ടി കറയായി അതിൻ്റെ ആ ഒരു സ്കിന്നിൻ്റെ ഒരു ബ്ലഡായിരിക്കും, ഒരു വെള്ള കളറായിരിക്കും. അത് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം തൊലി അങ്ങോട്ട് പോകും. തൊലി പൊളിഞ്ഞ് പോയിട്ട് നല്ല നീറലും ഉണ്ടാവും. പിന്നെ മുറിയായി മാറും. പിന്നെ അതിൻ്റെ അടയാളം കുറേ കാലത്തിന് ഉണ്ടാവും കേട്ടോ. ഈ ചിക്കൻ ബോക്സ് ഒക്കെ അതുണ്ടാവുന്ന ഒരു അവസ്ഥയായിരിക്കും. ആ മുറി ഇങ്ങോട്ട് പൊള്ളം കെട്ടുക എന്നൊക്കെ പറയില്ല, അങ്ങനെ വീർത്ത് വരും. വെള്ളം ഉള്ളിൽ നിറഞ്ഞുകാണ്ട് വീർത്ത് വന്നതിന് ശേഷം പിന്നെ അത് പൊട്ടുമ്പോൾ മുറിയാവും. പിന്നെ അതിന് ഒരു മുറിൻ്റെ ഒരു കല വരും, അടയാളം വരും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു കോട്ടരമ്മൻ്റെ ഉപദ്രവങ്ങൾ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതിലൊക്കെ ഇങ്ങോട്ട് എത്രയാണ് ഈ പാത്തിയിലൊക്കെ കിടക്കണത്, അങ്ങനെ തിളച്ച് മറിയാണ്. അപ്പോൾ നിങ്ങളെ നാട്ടിൽ എവിടെയെങ്കിലും ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനൊരു പ്രതിവിധി ഉണ്ടെങ്കിൽ, പലരും പറഞ്ഞു മരുന്നടിച്ചാൽ പോകും എന്നൊക്കെ പറയും. മരുന്നടിച്ചാൽ ആ ടൈമിന് പോകും, പക്ഷേ വീണ്ടും അത് വരും. അങ്ങനെയാണല്ലോ മരുന്നടിക്കുക എന്ന് വെച്ചാൽ. എന്താ വെച്ചാൽ കുട്ടികൾക്കൊക്കെ കേടുള്ള സംഭവം തന്നെ. മരുന്നടിച്ചാൽ ഇവരൊന്ന് മയങ്ങി വീഴും. അല്ലെങ്കിലും ഇവർ രാത്രി ഒന്ന് കഴിഞ്ഞാൽ മയങ്ങി വീഴും. പിന്നെ കുറേ ചത്ത് വീണിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. രാത്രി കണ്ടിട്ട് ഇവർ പകൽ ഒറ്റൊരു കോട്ടരമ്മേനെ ഇവിടെ ഒന്നും കാണാണ്ടാവില്ല. പക്ഷേ ഇവിടെ ഉണ്ട്, പഴയ തറവാട്ടിൽ ആ റൂമിനകത്ത് ഇഷ്ടംപോലെ കെട്ടിക്കെടുക്കുകയാണ് കോട്ടരമ്മ. ആ ചുമരുമ്മലൊക്കെ ബ്ലാക്ക്, ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും. ഇപ്പോൾ ഈ പച്ച ചുമരാണെങ്കിൽ ഫുള്ള് ബ്ലാക്ക് ചുമരാകേണ്ട അവസ്ഥയായിരിക്കും. ഇത് ഇത്രയൊന്നല്ല, ചുമര് തീരെ കാണൂല, ഫുള്ളൊരു ബ്ലാക്ക്, മൊത്തത്തിൽ നമ്മളെന്തോ ഒരു ഡിസൈൻ ചെയ്ത പോലെയൊക്കെയാണ് ഉണ്ടാവുക. ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണം. കാരണം ഇവിടുത്തുകാരൊക്കെ പലതും പരീക്ഷിച്ചിട്ടുണ്ട്, മരുന്നടിച്ചിട്ടുണ്ട്. അതൊക്കെ പിറ്റേന്ന് അതുപോലെ അതിനേക്കാൾ ഇരട്ടി വരും. അതോ റബ്ബറുള്ള സ്ഥലത്ത് എല്ലാവർക്കും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടോ? എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ഇതിൻ്റെ പേര് ഇവിടെ പറയുന്ന കോട്ടരമ്മ എന്നാണ്. ഇതിന് വേറെ വല്ല പേരും ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ഇതിനെന്താണ് പറയൽ, നിങ്ങൾ ഈ സംഭവം കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണേ. അപ്പം മഴ പെയ്താൽ മഞ്ചേരി ഭാഗത്ത്, അതായത് ഇനി വേറെ എവിടെ ഉണ്ടോ എനിക്കറിയില്ല, മഞ്ചേരി, തോട്ടുപോയിൽ, പൊട്ടിക്കല്ല ഈ ഭാഗത്തൊക്കെ ഇവിടെ ഫുള്ളായിട്ട് ഉണ്ടാവുന്ന സംഭവമാണ് ഈ കോട്ടരമ്മ. അപ്പോൾ മഴ പെയ്തപ്പോൾ ഇളകി പുറത്ത് ചാടിയതാണ്. ഉള്ളിൽ ഇഷ്ടംപോലെ ഇനിയും ഉണ്ടാവും കേട്ടോ, കൊട്ടക്കണക്കിന്. ഇതിപ്പോൾ ചെറിയൊരു സാമ്പിളാണ് ഞാൻ കാണിക്കുന്നത്. ഇതൊന്നുമല്ല, ഇഷ്ടം പോലെ ഇവിടെ താഴ്ഭാഗത്ത് നിറഞ്ഞ് നിൽക്കുകയാണ്. ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അത്രക്കും കോട്ടരമ്മ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തണേ.